തെരുവ് പട്ടികളെ ഷെൽട്ടർ ഹോം ജയിലിലിട്ടാൽ കലാപമുണ്ടാകുമെന്ന് പെറ്റ് ഇന്ത്യ നേതാവ് ഡോക്ടർ മിനി അരവിന്ദൻ. തെരുവിൽ നിന്ന് നായകളെ കുടിയിറക്കാനുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ നീക്കം നടക്കുകയാണ്. മൃഗസ്നേഹികളുടെ പട്ടിഷോ രാജ്യത്ത് കലാപത്തിന് നീക്കമോ എന്ന് സംശയിക്കേണ്ടി വരും. ദില്ലിയിൽ നിന്നും വളരെ തൊട്ടടുത്തുള്ള ദേശീയ തലസ്ഥാന മേഖലയിൽ നിന്നും എല്ലാ തെരുവ് നായ്ക്കളെയും നീക്കം ചെയ്യണം എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് മണിക്കൂറുകൾക്ക് മുൻപാണ് വന്നത്. മൃഗാവകാശ ഗ്രൂപ്പുകളിൽ നിന്ന് ഇത് വ്യത്യസ്ത പ്രതികരണത്തിനിടയാക്കിയിരിക്കുകയാണ്. വലിയ തോതിലുള്ള കുടിയിറക്കം അശാസ്ത്രീയവും ഫലപ്രദവുമല്ല എന്നാണ് പെറ്റയുടെ മുന്നറിയിപ്പ്. ദില്ലി സർക്കാരിനോടും ഗുരുഗ്രാം, നോയിഡ, ഗാസിയാബാദ് ഇവിടങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കം ചെയ്ത് ഷെൽട്ടറുകളിൽ പാർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ഈ നായ്ക്കൾ, തെരുവ് നായ്ക്കൾ എന്ന് പറയുന്നത് സ്വന്തം കുടുംബാംഗങ്ങളാണ്. അവയെ അങ്ങനെ ജയിലിൽ അടയ്ക്കാൻ പാടില്ല എന്നാണ് പെറ്റയുടെ നിർദ്ദേശം. തെരുവുകളിലേക്ക് തിരികെ വിടരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കൂട്ടത്തോടെ മൃഗങ്ങളെ നീക്കം ചെയ്യുന്നതിന്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്ത് പെറ്റ് ഇന്ത്യയുടെ വെറ്ററിനറി അഫയേഴ്സ് സീനിയർ ഡയറക്ടർ ഡോക്ടർ മിനി അരവിന്ദൻ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. സമൂഹങ്ങൾ അയൽപ്പക്ക നായ്ക്കളെ കുടുംബമായി കരുതുന്നു. നായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കുകയും ജയിലിലടക്കുകയും ചെയ്യുന്നത് ശാസ്ത്രീയമല്ല, ഒരിക്കലും ഫലപ്രദമായിട്ടില്ല. 2022-23 നടത്തിയ ജനസംഖ്യാ സർവേ പ്രകാരം ദില്ലിയിൽ ഏകദേശം 10 ലക്ഷം കമ്മ്യൂണിറ്റി നായ്ക്കളുണ്ട്. പകുതിയിൽ താഴെ മാത്രമേ വന്ധ്യംകരിച്ചിട്ടുള്ളൂ. ദില്ലിയിലെ തെരുവുകളിൽ നിന്ന് ഏകദേശം 10 ലക്ഷം കമ്മ്യൂണിറ്റി നായ്ക്കളെ നിർബന്ധിതമായി നീക്കം ചെയ്യുന്നത് അവയെ വളരെയധികം പരിപാലിക്കുന്ന സമൂഹങ്ങളിൽ കലാപത്തിന് കാരണമാകും. വലിയ തോതിൽ നായ്ക്കൾക്ക് കുഴപ്പങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാക്കും. നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനോ പേവിഷബാധ കുറയ്ക്കുന്നതിനോ നായ്ക്കടിയേറ്റ സംഭവങ്ങൾ തടയുന്നതിനോ ഇത് ആത്യന്തികമായി ഒന്നും ചെയ്യില്ല എന്നാണ് പെറ്റയുടെ പ്രസ്താവനയിൽ പറയുന്നത്. 2001 സർക്കാർ കൊണ്ടുവന്ന സമൂഹ നായ്ക്കളുടെ വന്ധ്യംകരണത്തിനും വാക്സിനേഷനും സംബന്ധിച്ച നിബന്ധന ഡോക്ടർ അരവിന്ദൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് അവയുടെ പെരുമാറ്റം ശാന്തമാക്കുന്ന ഫലമുണ്ടാക്കുമെന്നും അവർ പറയുന്നു. ദില്ലി സർക്കാർ ഫലപ്രദമായ ഒരു നായ വന്ധ്യംകരണ പരിപാടി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് റോഡിൽ ഒരു നായ്ക്കളും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഡോക്ടർ അരവിന്ദൻ പ്രസ്താവനയിൽ പറയുന്നത്. ഫലപ്രദമല്ലാത്തതും മനുഷ്യത്വരഹിതവുമായ കുടിയിറക്കൽ പദ്ധതികൾക്കായി സമയവും പരിശ്രമവും പൊതുവിഭവങ്ങളും പാഴാക്കുന്നതിനു പകരം ഫലപ്രദമായ ഒരു വന്ധ്യംകരണ പരിപാടി ഇപ്പോഴും പരിഹാരവും അടിയന്തര ആവശ്യവുമാണ്. മൃഗങ്ങളെ ഉപേക്ഷിക്കുന്നതിന് കാരണമാകുന്ന നിയമവിരുദ്ധ വളർത്തുമൃഗക്കടകളും ബ്രീഡർമാരും അടച്ചുപൂട്ടുക, മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നോ തെരുവിൽ നിന്നോ ആവശ്യമുള്ള നായയെ കൊണ്ടുപോകാൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് മറ്റ് പ്രധാന ശ്രമങ്ങളെന്ന് പെറ്റ പ്രസ്താവനയിൽ പറയുന്നു. അടുത്തിടെ ഉണ്ടായ നായ്ക്കളുടെ കടിയേറ്റ സംഭവങ്ങളെ അങ്ങേയറ്റം ഭയാനകം എന്ന് വിശേഷിപ്പിച്ച ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിർബന്ധിത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയല്ല, പൊതു താല്പര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനാൽ ഒരു തരത്തിലുള്ള വികാരങ്ങളും ഇതിൽ ഉൾപ്പെടരുത്. എത്രയും വേഗം നടപടി എടുക്കണം. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നായ്ക്കളെ ശേഖരിച്ച് ഷെൽട്ടറുകളിലേക്ക് മാറ്റുക. തൽക്കാലം നിയമങ്ങൾ മറക്കുക. തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന നടപടികൾ നിർദ്ദേശിച്ച അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാലയോട് അദ്ദേഹം പറഞ്ഞു. ഈ നിർദ്ദേശങ്ങൾ പ്രകാരം ദില്ലി സർക്കാർ 6 മുതൽ 8 ആഴ്ചകൾക്കുള്ളിൽ പ്രാരംഭഘട്ടം എന്ന നിലയിൽ കുറഞ്ഞത് 5000 നായ്ക്കൾക്ക് ഷെൽട്ടർ ശേഷി സൃഷ്ടിക്കണം. വന്ധ്യംകരണത്തിനും വാക്സിനേഷനും ആവശ്യമായ ഉദ്യോഗസ്ഥരെ ഈ സൗകര്യങ്ങളിൽ നിയോഗിക്കണം. പുറത്തുവിടുന്നത് തടയാൻ CCTV നിരീക്ഷണം സജ്ജീകരിക്കുകയും ഭാവിയിൽ ഇത് വർദ്ധിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്യുകയും വേണം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.